ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് അതിൽ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ചിക്കനും കൂടി ആവശ്യമുണ്ട്. ഞാനിവിടെ എല്ലില്ലാത്ത 250 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തൈര് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് അവിടെ മാറ്റി വയ്ക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് അതിന് ശേഷം ഇതേപോലെ വറുത്തെടുക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചീസ് സോസ് വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അതൊന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതെല്ലാം കൂടെ മിക്സായി അതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ ലാസ്റ്റ് അതിലേക്ക് ഒരു ചീസും കൂടി ഇട്ട് കൊടുക്കുക. അത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചീസ് സോസ് റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ കയറിയിട്ടൊന്ന് കാണാം. അപ്പോൾ മയോണൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണിത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേപോലുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ. അതിലേക്ക് ആദ്യം പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മയോണൈസ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ ചീസ് സോസ് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ വീണ്ടും ഇതേപോലെ തന്നെ അടുത്ത ലെയർ ഇതേപോലെ തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഗ്രൈൻഡ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.